വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന നമ്മുടെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ആറ്റങ്ങളുടെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന രീതിയിലല്ല ഈ പറയുന്ന ഒരു ആറ്റം ഇരിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളതിനകത്ത് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. നമ്മളങ്ങനെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ആറ്റം, അതിനടുക്ക് ന്യൂക്ലിയസ്, അതിനു ചുറ്റും ഇലക്ട്രോണുകൾ എവിടെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റത്തില്ല. വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഊഹമേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയെ പറയാൻ പറ്റുള്ളൂ. സോ ഈ ഇലക്ട്രോൺ എവിടെ ആയിരിക്കുമെന്ന പോസിബിലിറ്റി നമുക്ക് 4 നമ്പറുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മുടെ അഡ്രസ്സ് പറയുന്ന പോലെ വീടിൻ്റെ പേര്, സ്ട്രീറ്റിൻ്റെ പേര്, വരുന്ന റോഡിൻ്റെ പേര്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഇലക്ട്രോൺ എവിടെ കാണാമെന്ന പോസിബിലിറ്റി നമുക്ക് 4 നമ്പറുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്നും ആ നമ്പറുകളെ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുമെന്നും നമ്മൾ പഠിച്ചു. അതിലാദ്യം വരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ, ഒരു ആറ്റം എന്ന് പറയുന്ന ആളുടെ നടുക്കിരിക്കുന്ന ന്യൂക്ലിയസ് എന്നാണെന്നും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ ഉണ്ട് എന്നും നമുക്കറിയാം. ആ ഇലക്ട്രോണുകൾ അതിൻ്റെ എനർജിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാണുന്നത്. ലോ എനർജിയുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനടുത്തും ഹയർ എനർജിയുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്നും ദൂരെയായിട്ട് കാണുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ ഷെല്ല് എന്ന് വിളിക്കും. അല്ലെ, എന്ത് വിളിക്കും? ഷെല്ല്. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എന്ന് നമ്മൾ വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഷെല്ല് ഏതെന്ന് കാണിക്കുന്ന നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണപ്പെടുന്ന ഷെല്ലുകൾ ഏതെന്ന് കാണിക്കുന്ന നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഷെല്ലുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിനെ K ഷെല്ലെന്നും രണ്ടാമത്തിന് L എന്നും M എന്നും N എന്നും നമ്മൾ പറയും. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ആദ്യം കുറച്ച് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് K ഷെല്ല്, അടുത്തിരിക്കുന്നത് L, അടുത്തിരിക്കുന്നത് M, അടുത്തിരിക്കുന്നത് N, ഇങ്ങനെ പോകും. അപ്പോൾ ഈ നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയടാ, ന്യൂക്ലിയസ് ഉണ്ട്. ഇത് 1-2 തവണ സത്യം പറയാലോ, ഇത് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണിത്. ഈ പറയുന്ന ക്വാണ്ടം നമ്പറുകൾ അത് വെച്ചിട്ട് ഇലക്ട്രോൺ എവിടെ ഇരിക്കും എന്നുള്ള കാര്യം വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ സംഭവം നോക്കിയോ, എന്താ നമ്മൾ പറഞ്ഞത്? ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റും ആദ്യം ലോ എനർജിയുള്ള ഇലക്ട്രോണുകൾ ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇത് കാണാനിരിക്കുന്ന ചാൻസ് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ K ഷെൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സാക്റ്റ് പൊസിഷനാണോ? അല്ല, ഇതൊരു മേഘം പോലെയാണ്. അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലൗഡ് പോലെയാണ്. അതിലെവിടെയാണ് കൃത്യം ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സ്മോക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതിനുള്ളിൽ എവിടെയോ എന്തുണ്ട്? ഈ പറയുന്ന ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ വീണ്ടും ഫർദർ സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഷെല്ലിനകത്ത് എന്തുണ്ട്? പലതരം ഓർബിറ്റൽ. ഒരു ഷെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓർബിറ്റൽ എന്ന് വെച്ചാൽ അറിയാലോ, പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഇത് സബ് ഷെല്ലുകൾക്കകത്തായിട്ടാണ് കാണുന്നത്. എന്തിനകത്താണ് കാണുന്നത്? സബ് ഷെല്ല്. അപ്പോൾ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സബ് ഷെല്ലുണ്ട്. എന്തുണ്ട്? ഒരു സബ് ഷെല്ലുണ്ട്. അതിൽ ആദ്യത്തെ സബ് ഷെല്ലിന് നമ്മൾ S എന്ന് വിളിക്കും, അടുത്തതിനെ P എന്ന് വിളിക്കും, അടുത്തതിനെ D എന്ന് വിളിക്കും, അടുത്തതിനെ F എന്ന് വിളിക്കും. അപ്പോൾ ഷെല്ലിനകത്ത് സബ് ഷെല്ലുണ്ട്. സബ് ഷെല്ലിനെ S, P, D, F എന്ന പേരുകളാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏരിയ നമ്മൾ എടുത്തു, അതായത് ന്യൂക്ലിയസിൽ നിന്ന്. ഇപ്പോൾ ഇതാണ് ന്യൂക്ലിയസ്, ഞാൻ അതിനെ വളരെ ചെറുതായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണേ ഫോർ ദ കൺവീനിയൻസ്. അപ്പോൾ ഇതിന് ചുറ്റും ഫസ്റ്റ് ഷെല്ല് നമ്മൾ എടുത്തു. ഈ ഷെല്ലിനകത്ത് എവിടെയാണ് ഇലക്ട്രോൺ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എവിടെയാണ്? സബ് ഷെല്ലിനകത്താണ്. അപ്പോൾ ഈ സബ് ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർബിറ്റലുകൾ, ഇലക്ട്രോൺ ഇരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സബ് ഷെൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നോക്കിയേ, ദ ഓർബിറ്റൽ ഹാവിങ് definite 3-dimensional shape and oriented towards different directions are clubbed together and considered as a subshell. സംശയം വരും, എനിക്കറിയാം. നോക്കിയോ, ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഇത്രയും ഒരു ഭാഗം, ഈ ഭാഗത്തിനകത്ത് ഇലക്ട്രോണുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത്
ദേ ഇങ്ങനെ ഒരു ഏരിയ, ഇതിനകത്ത് ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ട്. ദേ ഇങ്ങനെ ഒരു ഏരിയ, അതിനകത്ത് ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി 3D ആണ്, ദേ മുകളിലോട്ട് നമുക്ക് നേരെ ഒരു ഏരിയ, ഇതിനകത്ത് എന്താണ് ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ മൊത്തം ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? സബ്ഷെൽ എന്ന് വിളിക്കും. അതായത് ഈ ഏരിയക്കകത്ത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇലക്ട്രോൺ ഓടി നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ വിചാരിച്ചാൽ മതി. അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതുവഴി ഇങ്ങനെ ഒരുത്തൻ പോകുന്ന കാണാം, ഒരുത്തൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന കാണാം, ഒരുത്തൻ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ഷെല്ലിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടന്റ് നമ്പറാണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ നമ്മൾ എൽ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എൽ. അപ്പോൾ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അത് ഇലക്ട്രോൺ കാണാനുള്ള ഷെല്ലുകളെ കാണിക്കുന്നു. 1, 2, 3 എന്നിങ്ങനെ പോകും. അപ്പോൾ ഒരു ഷെല്ലിനകത്ത് ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെയായിരിക്കും? സബ് ഷെല്ലിനകത്തായിരിക്കും, ഒരു വീടിനകത്ത് മുറിക്കകത്തിരിക്കുന്ന പോലെ. അപ്പോൾ ഈ മുറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ മുറിയല്ല, അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതായത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് നമ്മൾ നോക്കുമ്പോൾ അത് ഇതുപോലൊരു വൃത്ത ഷേപ്പിലാണ് കാണപ്പെടുന്നത്, ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് കാണുന്നത്. പി എന്ന് പറയുന്നതിനകത്ത് 3 പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് ഡംബിൾ ഷേപ്പ് എന്ന് പറയും. എക്സിലാവാം, വൈ ഡയറക്ഷനിലാകാം, സെഡ് ഡയറക്ഷനിലും അത് എന്ത് ചെയ്യാം? ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ എന്തോ ഒരു പുകമറ, നമ്മളതിൻ്റെ ഫോട്ടോ നമ്മൾ ഈ പറയുന്ന വളരെ മൈന്യൂട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി, അത് വെച്ച് നമ്മൾ ഊഹിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? സബ്ഷെല്ലിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടന്റ് നമ്പർ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. സബ്ഷെല്ലിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടന്റ് നമ്പർ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. അതിനെ എൽ എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എത്ര സബ്ഷെല്ലുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. നോക്ക്, ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല്, ഇതിനകത്ത് ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. ഏതാണ്? എസ്. അടുത്ത് എൽ എന്ന് പറയുന്ന ഷെല്ല് നമ്മൾ എടുത്തു, അതിനകത്ത് എത്ര സബ്ഷെല്ലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം 2 സബ്ഷെല്ലുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. രണ്ടാമത്തിനകത്ത് 2 എണ്ണം, മൂന്നാമത്തിനകത്ത് 3 എണ്ണമാണ് ഉള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. നോക്കിക്കോ, ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, ഇതിനകത്തുള്ള സബ്ഷെല്ലാണ് എസ്. ഇതിന് നമ്മൾ എണ്ണം പറയുമ്പോൾ 0 എന്നാണ് പറയുന്നത്. അതായത് 0 സബ്ഷെൽ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് എസ് ആണ്. 0 സബ്ഷെൽ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? എസ് എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോക്കിയോ, ഈ ഷെല്ലിരിക്കുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. എസ് എന്ന് പറയുന്ന സബ്ഷെൽ ഇരിക്കുന്നത് എന്താണ്? ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. എന്താണ് ഈ പ്രിൻസിപ്പൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ കാണിക്കുന്നത്? ദ ഓർബിറ്റൽ ഹാവിങ് 3 definite 3 dimensional shape and orientation towards different directions are clubbed together and considered as a subshell. അപ്പോൾ ഈ ഒന്നാമത്തെ ഷെല്ല് പോലെ പ്രോബിലിറ്റി കാണുന്ന ഒരു ഭാഗമാണ് സബ്ഷെൽ എസ് എന്ന് പറയുന്ന സബ്ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പുതിയ ഓറിയൻറ്റേഷൻ ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 0 എന്ന നമ്പർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യാം? 0 എന്ന നമ്പർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സോ എത്ര സബ്ഷെൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? n-1 ആയിരിക്കും. അതായത് ഒന്നാമത്തെ ഷെല്ലിനകത്ത് എൽ എത്രയായിരിക്കും? 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ അതിനകത്ത് സബ്ഷെൽ ഇല്ലെന്നല്ല, ഉണ്ട്. അത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. അത് നമ്മുടെ ഷെല്ല് പോലെ തന്നെ ഏതാണ് ഷേപ്പ് ഇരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ 0 എന്ന് വിളിച്ചു എന്ന് നിങ്ങൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചു. ടെക്നിക്കലി അതൊന്നും അല്ലെങ്കിലും. അടുത്ത് രണ്ടാമത്തെ ഷെല്ല് n ഈസ് ഈക്വൽ ടു 2. എല്ലിൻ്റെ വാല്യൂ എത്ര വരും? 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? 0 ഉണ്ടാകും, 1 ഉണ്ട്. അപ്പോഴല്ലേ 1 ആവുള്ളൂ. 0 എന്ന് പറഞ്ഞ എസ് ഉണ്ട്, 1 എന്ന് പറഞ്ഞ പി സബ്ഷെല്ലും അതിനകത്ത് വരും. എങ്ങനെ വരും? നമ്മളെങ്ങനെ വിഷ്വലൈസ് ചെയ്യും? നമ്മൾ പറയും, ഇതാ പറയുന്ന രണ്ടാമത്തെ ഓർബിറ്റ് ഇതാണ്, ന്യൂക്ലിയസ് ഷെല്ല് ഇതാണ്, ന്യൂക്ലിയസ് ഇതാണ്. ഇതിനകത്ത് ഈ ഭാഗത്ത് ഇലക്ട്രോൺ ഉണ്ട്. ഏതൊക്കെ ഇലക്ട്രോൺ ഉണ്ട്? ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇങ്ങനെ ഒന്നുണ്ട്, ഇങ്ങനെ ഒന്നുണ്ട്. ഈ 3നെയും കൂടി ചേർത്ത് പി എന്ന് പറയാം. അങ്ങനെ എന്തുണ്ട്? ഇത് ഇത്രയും കൂടി ചേരുമ്പോൾ ഇത് ഇത്രയും കൂടെ എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് തലയിൽ കയറുന്നുണ്ട് എനിക്ക് പിടികിട്ടുന്നില്ല. ഇത്രത്തോളാണെന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്ഷെൽ എന്ന് പറയുന്നത്. 3, 4 ഒന്നും ഇതുപോലെ വരച്ച് കാണിക്കാൻ പോലും പറ്റത്തില്ല. അത് അമ്മാതിരി ഒരു ഷേപ്പാണ്. എനിക്ക് മാർക്കറൊന്നും ഉപയോഗിച്ചത് വരയ്ക്കാൻ പറ്റത്തില്ല. സോ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഇനി n ഈസ് ഈക്വൽ ടു 3 വരുമ്പോൾ എന്ത് വരുമ്പോൾ? n ഈസ് ഈക്വൽ ടു 3 വരുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 - 1 ആയിരിക്കും. ദാറ്റ് ഈസ് 2. എന്ന് വെച്ചാൽ അതിനകത്ത് 0, 1, 2 എസ്, പി, ഡി എന്ന് പറയുന്ന 3 സബ്ഷെല്ലുകൾ കാണും. ഇനി n ഈസ് ഈക്വൽ ടു 4 വരുമ്പോഴോ l ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എന്ന് വെച്ചാൽ 0, 1, 2, 3 അതായത് എസ്, പി, ഡി, എഫ് എന്ന് പറയുന്ന എല്ലാം കൂടെ ചേർന്നിരിക്കുന്നതായിരിക്കും ആ സബ്ഷെൽ എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണോടാ? നോക്കിയോ,
എന്താ നമ്മളിപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിഫൈൻ ദ 3 ഡയമെൻഷണൽ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കാണിക്കുന്നു. ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓർബിറ്റൽ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഓർബിറ്റൽസ് ഓഫ് ദ സിമിലർ എനർജി ആർ ഷേപ്ഡ് ഇൻ ടു എ സബ്ഷെൽ. ഒരേ എനർജി വരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു സബ്ഷെൽ എന്ന് പറയുന്നത്. ഇത് അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ? സബ്ഷെല്ലുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എസ് എന്ന് വെച്ചാൽ എല്ലിൻ്റെ വാല്യൂ 0 വരുന്നത് എസ് സബ്ഷെല്ല്, എല്ലിൻ്റെ വാല്യൂ 1 വന്നാൽ അത് പി സബ്ഷെല്ല്, എല്ലിൻ്റെ വാല്യൂ 2 വന്നാൽ അത് ഡി സബ്ഷെല്ല്, എല്ലിൻ്റെ വാല്യൂ 3 വന്നാൽ അത് എഫ് സബ്ഷെല്ല്. എന്ന് വെച്ചാൽ ഒരു ഷെല്ലിനകത്ത് എസ് പി അടുത്ത് ഡബിൾ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഡി എന്നൊക്കെ പറയുന്നത് അതൊന്നും വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോൺ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും. ഒരെണ്ണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരെണ്ണം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരെണ്ണം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂന്നിനെയും കൂടി ചേർത്ത് പി എന്ന് വിളിച്ചു. അടുത്ത ഒരെണ്ണം വേറെ ഏതെങ്കിലും ഡയറക്ഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ ഡി എന്ന് വിളിച്ചു. അടുത്ത് വേറെ ഒന്നും ഇതിലൊത് ഒരു ബന്ധമില്ലാത്തൊരു ഡയറക്ഷൻ കറങ്ങിക്കൊണ്ടിരിക്കും, അതിനെന്ത് വിളിക്കും? എഫ് എന്ന് വിളിച്ചു. എഫ് എന്ന് വിളിച്ചു. ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് ഒരു സബ്ഷെല്ലായിട്ട് മാറും. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി സബ്ഷെല്ലും ക്വാണ്ടം നമ്പർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? എങ്ങനെ ഇത് കണ്ടുപിടിച്ചു ചോദിച്ചു നിങ്ങൾ പറയണം. എന്താണ്? എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? n-1 ആയിരിക്കും. പക്ഷേ എഴുതുമ്പോൾ അത് 0 2 എന്ന് എഴുതണം. അതാണ് പറഞ്ഞത്. n is equal to 1 ആണെങ്കിൽ l is equal to 1 - 1, that is equal to 0. n is equal to 2 ആണെങ്കിൽ l is equal to 2 - 1, that is equal to 1. എന്ന് വെച്ചാൽ ഇവിടെ ഒരു സബ്ഷെൽ ഉണ്ടെന്നാണോ അർത്ഥം? അല്ല, 0 1 ഉണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ഒരു സബ്ഷെൽ ഇല്ലെന്നാണോ അർത്ഥം? അല്ല, 0 എന്ന് പറയുന്നത് ഒരു സബ്ഷെല്ലാണ്. അതിൻ്റെ ഷേപ്പ് വട്ടമാണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും ഉണ്ട്. ഇനി n is equal to 3 വരുമ്പോഴത്തേക്കും l is equal to എന്ത് വരും? l is equal to 3 - 1, that is equal to 2 എന്ന് വരും. എന്ന് വെച്ചാൽ 0ഉം 1ഉം 2ഉം ഉണ്ട്. അതായത് അവിടെ എസ് സബ്ഷെല്ലും പിയും ഡിയും കൂടി ചേർന്നായിരിക്കും അവിടെ ഇരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. കുറച്ച് പുകയൊക്കെ പറന്നു പോയിട്ടുണ്ടാവും, ഒരു രക്ഷയുമില്ല, മനസ്സിലാക്കിയേ പറ്റുള്ളൂ. 1 വന്നാൽ അത് കെ, 2 വന്നാൽ അത് എൽ, 3 വന്നാൽ അത് എം, 4 വന്നാൽ അത് എൻ എന്ന് വെച്ചാൽ ഷെല്ലിൻ്റെ പേര്. ഇനി എല്ലിൻ്റെ വാല്യൂ ഒന്നാമത്തെ ഷെല്ലിൽ 0 എന്ന വാല്യൂ, അതായത് അവിടെ എസ് സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തതിൽ എൽ എന്ന് വെച്ചാൽ അതിനകത്ത് 0 1, അതായത് എസും ബിയും ഉണ്ട്. മൂന്നാമത്തേൽ 0 1 2, അതായത് എസ് പി ഡി ഉണ്ട്. നാലാമത്തേൽ 0 1 2 3, അതായത് എസ് പി ഡി എഫ് ഉണ്ട്. ഇനി വരുന്ന ചോദ്യം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എസിൻ്റെ കാര്യം കുഴപ്പമില്ല, വട്ടത്തെ കറങ്ങിക്കൊണ്ടിരിക്കുക. പി വന്നപ്പം ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ അതിനകത്ത് ആ ക്ലൗഡിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ മനസ്സിലാവണ്ടേ? അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പറിൻ്റെ പേരാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്തുവാണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ നമ്മൾ എന്താ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ എന്തെന്ന് വിളിക്കും? എം എന്ന ലെറ്ററോട് ഡിനോട്ട് ചെയ്യും. ഇത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ പറ്റും. നിങ്ങൾക്ക് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? വട്ടത്തിലാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്? വട്ടത്തിലാണ്. ഇതിനകത്തൊരു ഇലക്ട്രോൺ എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും? സർക്കിളിന് പ്രത്യേകിച്ച് ഓറിയൻറ്റേഷൻ ഒന്നുമില്ലല്ലോ, 360 ഡിഗ്രിയിൽ എങ്ങോട്ട് വേണമെങ്കിലും കറങ്ങാം. സോ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ ഇതിന് എത്ര ഓറിയൻറ്റേഷനേ പോസിബിൾ ആയിട്ടുള്ളൂ? ഒരു ഓറിയൻറ്റേഷനേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി പി സബ്ഷെൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആകാം, അപ്പോൾ ഇതൊരെണ്ണം, ഇങ്ങനെ ആകാം, സോ ഇതൊരെണ്ണം. ഇനി 3 ഇസഡ് ഡയറക്ഷനിലാകാം 1, അപ്പോൾ എത്ര ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്? 3 ഓറിയൻറ്റേഷൻ പോസിബിളാണ്. എത്ര ഓറിയൻറ്റേഷൻ പോസിബിളാണ്? 3. ഇനി അടുത്ത ഡിയിലോട്ട് വരുമ്പോഴത്തേക്കുവാണെങ്കിലോ അവിടെ എത്രയാണ്? അവിടെ 5 ഓറിയൻറ്റേഷൻസ് പോസിബിളാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഓറിയൻറ്റേഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എൽ, സബ്ഷെല്ലിൻ്റെ വാല്യൂ എത്രയാണോ അതിന് നമ്മൾ 2 × l+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഫോർമുലയിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എമ്മിൻ്റെ വാല്യൂ കിട്ടും. എന്തിൻ്റെ വാല്യൂ കിട്ടും? എമ്മിൻ്റെ വാല്യൂ കിട്ടും. നോക്കിയോ എന്താ പറഞ്ഞേക്കുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ എം എന്നാണ് വിളിക്കുന്നത്. ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എം ആണ്. എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ? ഓറിയൻറ്റേഷനെ കാണിക്കുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അത് നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നോക്കിയോ, 2 × l+1 ചെയ്താൽ മതി, നമുക്ക് അസിമുത്തൽ ക്വാണ്ടം നമ്പർ കിട്ടും. അതായത് ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 0? അതെ, എസ് എന്ന് പറയുന്ന സബ്ഷെൽ മാത്രം ഉണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 അല്ലേ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 × 0+1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതാണ് ഞാൻ പറഞ്ഞത്, എസ് സബ്ഷെല്ലിനകത്ത് വട്ടം, ഓറിയൻറ്റേഷൻ എന്തേ ഉള്ളൂ? ഒറ്റ ടൈപ്പ് ഓറിയൻറ്റേഷനേ ഉള്ളൂ. അടുത്ത് എൽ ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? 2 × 1+1, 2 × 1
പ്ലസ് 1 എന്ന് വരും. അതായത് ഇവിടെ എല്ലിൻ്റെ വാല്യൂ 1 വരുമ്പോൾ ഇവിടെ എത്ര എണ്ണം വരും നോക്കണം. എല്ലിൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും 2 × 1 + 2 അതായത് 3 ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഏതാണ് എല്ലിൻ്റെ വാല്യൂ 1 വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയുണ്ട്? എസ് സബ്ഷെല്ലും ഉണ്ട്, പിയും ഉണ്ട്. പി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് 3 എണ്ണം ഉണ്ടെന്ന് ഓർത്ത് വെച്ചു. ഇതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറയുന്നതാണ്. അടുത്ത L = 2 വന്നാൽ M = എത്ര വരും? 2 × 2 4 + 1 5 ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് -L2 + L വരെയാണ്. അതായത് -L2 + L. അതായത് എന്തായിരിക്കും? 0 ആണെങ്കിൽ ഒന്നേ ഉള്ളൂ, 1 ആണെങ്കിലോ -1 0 1 3 പോസിബിലിറ്റീസ് ഉണ്ട്. L = 3 ആണെങ്കിലോ എന്തായിരിക്കും? -2 -1 0 1 2 1 2 3 4 5 വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. തൽക്കാലം ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങളും കൂടി ഞാൻ ഒരുമിച്ച് ഒറ്റ തവണ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കത് എത്രത്തോളം തലയിൽ കയറുമെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കിക്കോ. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഈ നടുക്ക് കാണുന്നതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് ആദ്യത്തെ ഷെല്ലാണ്, നീല നിറത്തിൽ കാണുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഷെല്ലെന്ന് വെച്ചാൽ ഈ പുക പോലെ ഇരിക്കുകയാണ്. ഇതിനകത്ത് എവിടെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആകെ എന്താ അറിയാം? ഓർബിറ്റലുകൾ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത ഇതിരിക്കുന്നത് ഇതിനകത്താണ്. ഈ മൊത്തത്തിനകത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതങ്ങ് മാച്ചു. ഞാൻ മൊത്തത്തിൽ മഞ്ഞ കളർ കൊടുത്തു. അത് ഇത്രയും സ്ഥലം ആദ്യത്തെ ഷെല്ലിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ്. അതായത് ഒരു പ്രത്യേക എനർജി വരുന്ന ഇലക്ട്രോൺ മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. അപ്പോൾ ഈ മൊത്തം ക്ലൗഡ് പോലെ ഇരിക്കുന്നിടത്ത് എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 2 എണ്ണം ഇതിനകത്ത് കാണും. ഒരുത്തൻ ഇവിടെ കാണും, ഒരുത്തൻ ഇവിടെ കാണും, ഒരുത്തൻ ഇവിടെ കാണും. എല്ലിനകത്ത് 2 കെയ്ക്കകത്ത് കെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കെ സബ്ഷെല്ലിനകത്ത് നമ്മൾ പറഞ്ഞു കെ എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് എത്ര സബ്ഷെല്ലാണ് ഉള്ളത്? ഒരെണ്ണേ ഉള്ളൂ. ഏതാണ് ഒരെണ്ണം എന്ന് പറയുന്നത്? എസ് ആണ്. എസ് ഇരിക്കുന്നത് വട്ടത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അടുത്ത എൽ എടുക്കുകയാണ്. എല്ല് വരുമ്പോൾ ഞാൻ ഇതൊന്ന് മാച്ച് കളയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എല്ലെന്ന് വെച്ചാൽ ഒരു വലിയ ക്ലൗഡ് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്ത് ആരുണ്ട്? ആദ്യത്തെ ഷെല്ലൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മളതിനെപ്പറ്റി ചിന്തിക്കണം. ഇപ്പം ഇവ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇതിനകത്ത് നമുക്കറിയാം എല്ലിനകത്ത് എസ് ഉണ്ട്, പി യു എന്ന് പറയുന്ന 2 സബ്ഷെല്ലുകളുണ്ടെന്ന് അറിയാം. എസ് എന്ന് പറയുന്ന സബ്ഷെൽ എന്തായിരിക്കും? ഇത് ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് എൽ ഉള്ളത്, അല്ല കെ ഉള്ളത്. പക്ഷെ ഇതിനകത്ത് എവിടെയോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരെണ്ണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ ആണോ? ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ് ഷെൽ ഓഫ് എൽ എന്ന് വിളിക്കുന്നു. എൽ എന്ന് പറയുന്ന ഷെല്ലിനുള്ളിൽ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? എൽ എന്ന് എന്തെന്ന് വിളിക്കും? നമ്മൾ സബ് ഷെൽ എന്ന് വിളിക്കും. അതിൽ എസ് ഉണ്ടാവും, പി യു ഉണ്ടാവും. എന്തുണ്ടാവും? എസ് ഉണ്ടാവും, പി യു ഉണ്ടാവും. അതായത് ഒരു പ്രത്യേക എനർജി വരുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടി കറങ്ങിക്കൊണ്ടിരിക്കും. സോ അത് നമ്മൾ എന്ത് വിളിക്കും? സബ് ഷെൽ എന്ന് വിളിക്കും. ഈ സബ് ഷെൽ എങ്ങോട്ട് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ IM ഉപയോഗിക്കുന്നത്. അതിൽ എസ് എന്ന് പറയുന്ന ആൾ എപ്പോഴും കറങ്ങുന്നത് ഒറ്റ ഓറിയൻറ്റേഷനിലായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. പി എന്ന് പറയുമ്പോഴത്തേക്ക് ഓറിയൻറ്റേഷൻ എങ്ങനെയാവും? ഇങ്ങനെ. സോ 3 ഒന്നാവും. സത്യത്തിൽ ഇതല്ല അതിൻ്റെ കറക്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, കാരണം മനസ്സിലാക്കാൻ സത്യത്തിൽ ഇത് പാടാണോ എന്ന് ചോദിച്ചാൽ വളരെ പാടാണ്. ഓക്കെ, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, +1കാർക്ക് സയൻസിനോട് കുറച്ചും കൂടി താല്പര്യം വരുമ്പോഴാണല്ലോ നമ്മൾ ബയോളജി സയൻസ് എടുത്ത് പോകുന്നത്. +1 വരുന്ന ടോപ്പിക്കാണിത്. ഇത് ബേസിക്കലി ഈ ഒരു രീതിക്ക് പറഞ്ഞു തരാനേ എൻ്റെ കഴിവ് കൊണ്ട് പറ്റുന്നുള്ളൂ. സോ ഇതാണ് സംഭവം. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പം തന്നെ കുറച്ച് പുകയൊക്കെ പറന്നു പോയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ടേബിളിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സെറ്റല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.